ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ എസിയോയുടെ 25ാമത് സമ്മിറ്റ് ചൈനയിലെ ടിയാൻജിനിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. 2001 ചൈനയിലെ ഷാങ്ഹായിൽ വെച്ച് 6 രാജ്യങ്ങൾ ചൈന, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവർ കൂടിച്ചേർന്നുണ്ടാക്കിയ ഒരു റീജിയണൽ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻ അഥവാ ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ തമ്മിൽ പരസ്പര വിശ്വാസവും സൗഹൃദവും ശക്തിപ്പെടുത്തുക, പ്രാദേശിക സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക, ടെററിസം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം എന്നിവയ്ക്കെതിരെ പോരാടുക, കൂടാതെ സാമ്പത്തിക സഹകരണം, സാംസ്കാരിക വിനിമയം എന്നിവയ്ക്ക് പിന്തുണ നൽകുക തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏഷ്യയുടെ നാറ്റോ എന്നറിയപ്പെടുന്ന എസിഒ യുറേഷ്യയുടെ 60% ലാൻഡും ലോക ജനസംഖ്യയുടെ 40%, കൂടാതെ ഗ്ലോബൽ GDPയുടെ 23% റെപ്രസെന്റ് ചെയ്യുന്നു. ഇന്ന് എസിഒയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇറാനും കൂടി ചേർന്ന് 9 അംഗരാജ്യങ്ങളാണുള്ളത്. ഏതു വലിയ സഖ്യവും നേരിടുന്നത് പോലെ ചില വെല്ലുവിളികൾ എസിഒയും നേരിടുന്നുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും പോലുള്ള അംഗരാജ്യങ്ങൾക്കിടയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, വിഭിന്നമായ ദേശീയ താല്പര്യങ്ങൾ ലൈക്ക് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനോട് മറ്റു രാജ്യങ്ങൾക്ക് സപ്പോർട്ടീവ് മനോഭാവമാണെങ്കിലും ഇന്ത്യ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ സംഘടനയുടെ ഡിപ്ലോമാറ്റിക് ഇമ്പോർട്ടൻസ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു കൺക്ലൂഡ്, SCO is not just another regional organization, but it reflects a changing world order where emerging powers in Asia are shaping the future of international relations. Thank you.